Everyone worries building a home is stressful, but at Chillikal, we kept it simple. With 25 years of experience, we make sure the process is as beautiful as the result. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചുള്ളിക്കലിൽ ജൂത്ത് സാൻഡിയും ലിറ്റി മാഡത്തിൻ്റെയും ഒരു ഡ്രീം ഹോമിലാണ്. ഈ പ്രോജക്റ്റ് ആക്റ്റീവ് ഡിസൈൻസ് ടേക്ക് ഓവർ ചെയ്യുന്നത് ഒരു പ്ലാസ്റ്ററിംഗ് സ്റ്റേജ് ആ ഒരു ടൈമിലാണ് നമ്മൾ ടേക്ക് ഓവർ ചെയ്തത്. ആക്റ്റീവ് ഡിസൈൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഈ പ്രോജക്റ്റിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ക്ലയൻസിൻ്റെ അടുത്ത് ചോദിക്കാം. നമ്മളിങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു വീട് ഭയങ്കര വലിയ ഡ്രീമായിരുന്നു. അപ്പോൾ അത് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഏൽപ്പിക്കണമെന്നുള്ളതായിരുന്നു. പക്ഷെ എനിക്ക് ഇനീഷ്യലി ഒരു പ്രശ്നം പറ്റിയത് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ വേറൊരു ബിൽഡറായിരുന്നു. അവിടെ കുറേ ഇഷ്യൂസ് വന്ന് നിൽക്കുമ്പോഴാണ് ആക്റ്റീവ് ഡിസൈൻസിനെ പരിചയപ്പെടുന്നത്. പക്ഷെ ഫ്രം ദെയർ ആക്റ്റീവ് ഡിസൈൻസ് ഓൺ ബോർഡ് ആയതിനു ശേഷം പിന്നെ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. അവരെ ഞങ്ങൾ പരിചയപ്പെടുന്നത് വീട്ടിലാണ് ഞങ്ങൾ പോയപ്പോൾ മറ്റേ കലൂര് വെറുതെ പോയപ്പോഴാണ് അങ്ങനെ പരിചയപ്പെടാം. അപ്പോഴാണ് പ്രിൻസിനെ കണ്ടത്. പിന്നെ ഷെയർ സാറിനെ കണ്ട് സൈറ്റ് വിസിറ്റ് ചെയ്തു. അപ്പോഴും നമുക്കൊരു ഇന്റീരിയറിൽ എങ്ങനെ ചെയ്യണം എങ്ങനെയാണെന്നുള്ളൊരു വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ. വീട് നോക്കിയാലും അറിയാം നമ്മൾ ഇതിന്റെ ഫോൾ സീലിങ്ങിന്റെ ഐഡിയ, വാൾ പേപ്പേഴ്സിന്റെ ഇൻവോൾവ്മെന്റ്, പിന്നെ മൊത്തത്തിൽ നമ്മുടെ വീടിനെ തന്നെ എൻഹാൻസ് ചെയ്യുന്ന പോലത്തെ കുറെ ഐഡിയാസും എക്സിക്യൂഷനും ആക്റ്റീവ് ഡിസൈൻസ് തന്നെയാണ് നമുക്ക് സജസ്റ്റ് ചെയ്തത്. നമ്മൾ ഇന്റീരിയറിന് വേണ്ടി ഒരു ടീമിനെ നോക്കി കഴിഞ്ഞപ്പോൾ ഓഫ്കോഴ്സ് 2-3 ഓപ്ഷൻസ് നമ്മൾ എടുത്തായിരുന്നു. അപ്പൊ അതില് വളരെ കൺവിൻസിങ് ആയിട്ടുള്ളൊരു ഒരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തതും നമുക്ക് കോൺഫിഡൻസ് തോന്നി. ഇവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാലാണ് ഇത് വളരെ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്തതും ഇപ്പൊ ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോഴും നമ്മുടെ ആ ഫീലിങ്ങും ആ വിശ്വാസമൊക്കെ അവർ കീപ്പപ്പ് ചെയ്തു. ഞാൻ ഇനീഷ്യൽ സ്റ്റേജസിലൊന്നും ഉണ്ടായിരുന്നില്ല കൺസ്ട്രക്ഷനിൽ. ഇടക്കിടക്ക് വരുമ്പോൾ കാണുന്നതല്ലാതെ മെയിനായിട്ടൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ തീരാറായപ്പോഴാണ് ഞാൻ എത്തിയപ്പോൾ തന്നെ ഭയങ്കര മാറ്റമായിരുന്നു. ആദ്യം കണ്ടതിൽ വെച്ച് ഇപ്പോൾ വാൾപേപ്പർ ആണെങ്കിലും കോട്ടിയാടാണെങ്കിലും റൂമാണെങ്കിലും എൻ്റെ റൂം പ്രത്യേകിച്ച് സേവർ സാറും പ്രിൻസിയുടെ ഇൻവോൾവ്മെന്റ് ആയിരുന്നു ആക്ച്വലി. കാരണം കോർഡിനേഷനിലും കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഈസിയാണ് ഇവരുടെ രണ്ടുപേരുടെയും കൂടെ. അതുകൊണ്ട് തന്നെയാണ് മൾട്ടിപ്പിൾ കൊട്ടേഷൻസ് എടുത്തിട്ടും ഞാൻ ആക്റ്റീവ് ഡിസൈൻസിൻ്റെ കൂടെ പോയത്. സോ ഇപ്പം ഇത് കംപ്ലീറ്റ് ആയി നിൽക്കുന്ന ഇപ്പം ഞാൻ ഈ വീട്ടിൽ താമസിക്കാനും തുടങ്ങി. അപ്പോൾ ഞാൻ ആക്ച്വലി എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും, നിങ്ങൾ വീട് പണിയാൻ അല്ലെങ്കിൽ എനി സോർട്ട് ഓഫ് കൺസ്ട്രക്ഷൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആക്റ്റീവ് ഡിസൈൻസിന് ചെക്കൗട്ട് ചെയ്യാം.